നല്ല സൂചന ഇങ്ങനെയാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പലുകൾക്ക് യഥേഷ്ടം കടന്നു പോകാനുള്ളൊരു പാത ഒരുക്കുന്ന വിഷയത്തിൽ ഇറാനും ഒമാനും തമ്മിൽ ഒരു ധാരണയിൽ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. പക്ഷേ അമേരിക്ക അതിൻ്റെ കമ്മിറ്റ്മെൻറ്റുകൾ പാലിച്ചാൽ മാത്രം ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കും എന്നാണ് ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതേസമയം ആയുധങ്ങളൊക്കെ സ്റ്റോക്ക് തീർന്നു എന്ന് അമേരിക്കയ്ക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ചില ആരോപണങ്ങളെ പ്രസിഡന്റ് ട്രംപ് തന്നെ നേരിട്ട് തള്ളിക്കളയുകയും ഇഷ്ടംപോലെ ആയുധങ്ങൾ ഇനിയും ബാക്കിയുണ്ട് എന്ന് പ്രതികരിക്കുകയും ചെയ്തിരിക്കുകയാണ്. കൂട്ടത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അസാധാരണമായൊരു സംഭവം ജർമ്മനിയിലെ ഹാലെ എയർപോർട്ടിൻ്റെ കാർഗോ റൺവേയോട് ചേർന്ന് ഉണ്ടായത് വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്നു, വലിയൊരു ഭീഷണിയാണ് എന്ന് ജർമ്മനിയുടെ ആഭ്യന്തരമന്ത്രി തന്നെ പറയുകയാണ്. അതായത് ആയുധങ്ങൾ പിടിപ്പിച്ച ഒരു ഡ്രോൺ ഈ കാർഗോ ടെർമിനലിൻ്റെ തൊട്ടടുത്തായിട്ട് റൺവേയിൽ കാണപ്പെട്ടു എന്നാണ് പറയുന്നത്. സൈന്യം എല്ലാവരും വന്നിട്ട് അതിനെ നീക്കം ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇത് ഏത് ശക്തികൾ എങ്ങനെ ഈ ഡ്രോണിനെ ആയുധങ്ങൾ നിറച്ച് ഈ വിമാനത്താവളത്തിൻ്റെ അടുത്ത് റൺവേയോട് ചേർന്ന് എങ്ങനെ എത്തിച്ചു? അതേ തുടർന്ന് ഒരുപാട് വിമാനങ്ങൾ ഇന്നലെ രാത്രി തന്നെ റദ്ദാക്കപ്പെടുകയും മാറ്റിവെക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണല്ലോ. ഈ സംഭവം ജർമ്മനിയിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. പുതിയ സംഭവ വികാസങ്ങൾക്കിടയിൽ എണ്ണവില അല്പം കുറഞ്ഞെങ്കിലും സ്വർണ്ണവില കഴിഞ്ഞ 6 ദിവസത്തിനിടയിലെ ഏറ്റവും ശക്തമായ വിധത്തിലേക്ക്, അതായത് ഒരു ഗ്രാമിന് UAE പറയുകയാണെങ്കിൽ ഏതാണ്ട് 30 ദിർഹത്തോളം വർധനവ് പ്രകടമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഈ ഓഗസ്റ്റ് 6-ാം തീയതി വൈകുന്നേരം ഉണ്ടായിരിക്കുന്നത്. 24 ക്യാരറ്റ്, അതായത് 1 ഗ്രാം തങ്കത്തിന് 516.25 ദിർഹമാണ് ഇന്ന് വൈകുന്നേരം മാർക്കറ്റിലെ വില. ദുബായ് ഷേഖ് സായിദ് റോഡിനടുത്ത് അൽഖൂസിൽ ഒരു കാർ ഷോറൂമിലുണ്ടായ സ്ഫോടനം, ഗ്യാസ് സിലിണ്ടർ സ്ഫോടനം, അതിൽ രണ്ടാമതൊരാൾ കൂടി മരണമടഞ്ഞു എന്ന റിപ്പോർട്ട് ഇന്ന് വരികയാണ്. ഒരു പാർട്ട് ടൈം ജോലി ചെയ്തിരുന്ന കാമറൂൺ സ്വദേശിയാണ് മരിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര വെബ്സൈറ്റുകളിൽ നിന്നൊക്കെ ഓൺലൈനായിട്ട് സാധനങ്ങൾ വാങ്ങുന്നവർ ദുബായിലേക്ക് അങ്ങനെ ഒരു സാധനം ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പരിധി, ടാക്സ് കൊടുക്കാതിരിക്കാനുള്ള പരിധി എത്രയാണ് എന്നുള്ളതിനെക്കുറിച്ച് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. 1000 ദിർഹത്തിൻ്റെ സാധനങ്ങൾ ടാക്സ് ഇല്ലാതെ ദുബായിലേക്ക് കൊണ്ടുവരാം ഓൺലൈൻ വഴിയെന്നാണ്. നിലവിലത് 300 ദിർഹമായിരുന്നു. അതാണിപ്പോൾ 1000 ദിർഹമാക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സംശയം തോന്നാം, ദുബായിൽ വന്നിറങ്ങുന്ന ഒരാൾ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ എത്ര ദിർഹം വരെയുള്ള സാധനങ്ങൾ ടാക്സ് കൊടുക്കാതെ കൊണ്ടുവരാം? ഈ സിഗരറ്റ്, ലിക്കർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ലാതെ കണ്ട് നമുക്ക് 3000 ദിർഹത്തിൻ്റെ സാധനങ്ങൾ വരെ കൊണ്ടുവരാം. അപ്പോൾ ക്യാഷ് എത്ര? 60,000 ദിർഹത്തിന് തുല്യമായ തുക വരെ കയ്യിൽ കരുതാനും അവകാശമുണ്ട്. അതിൽ കൂടുതലുണ്ടെങ്കിൽ ഡിക്ലെയർ ചെയ്യണമെന്നതാണ് ദുബായിയുടെ നിയമം. 3 ആഴ്ചയായി മുടങ്ങിക്കിടന്നിരുന്ന അബുദാബി എത്തിഹാദ് എയർവേസിൻ്റെ കുവൈറ്റ്, ബഹ്റൈൻ സർവീസുകൾ ശനിയാഴ്ച മുതൽ വീണ്ടും ആരംഭിക്കുന്നു എന്ന അറിയിപ്പ് വന്നിട്ടുണ്ട്. പക്ഷേ എമിറേറ്റ്സ് ഇക്കാര്യത്തിൽ ഞങ്ങളിത് പറയുന്നത് വരെ റിപ്പോർട്ടൊന്നും പുറത്തുവിട്ടിട്ടില്ല. Night updates supported by ELL Properties, Kalyan Jewelers, Lulu Supermarket, Hypermarket and Department Store, Al Nasood Cargo, Gold Star Rent-A-Car, Fira Foods, Explore Education, Impulse Warehouse, Dr. Asina's Ayurvedic Clinic, Ain Gold and Diamonds, Choco World, Partha Signature Abu Shagara Sharjah, ABC Cargo and Courier, Hashim Hypermarket.